കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കോൺഗ്രസിന്റെ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. വൈഷ്ണ സുരേഷ്. 24 വയസ്സുകാരിയായ വൈഷ്ണ CPMന്റെ സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ടെക്നോ പാർക്ക് ജീവനക്കാരിയായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കൂടിയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടിയ ശേഷം വിവിധ TV ചാനലുകളിലും നഗരത്തിലെ പ്രധാന ഷോകളിലും അവതാരകയായിരുന്നു. KSU വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ ചെറുപ്പക്കാരി ജില്ലയിലെ കോൺഗ്രസിന്റെ സമരങ്ങളിലും സജീവ സാന്നിധ്യമാണ്. രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനുമൊപ്പം മറ്റ് കലാകായിക രംഗത്തും വൈഷ്ണ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മറന്നിട്ടില്ല. ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സകലകല വല്ലഭ. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വൈഷ്ണ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടെങ്കിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പോലൊരു പൊതുജന പങ്കാളിത്തമുള്ള തെരഞ്ഞെടുപ്പിനെ ഇതുവരെ നേരിട്ടിട്ടില്ല. എന്നാൽ അതിന്റെ യാതൊരുവിധ ഭയമോ പിരിമുറുക്കങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഈ 24-കാരിക്കില്ല. ഇടത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയുള്ള ഏത് KSU സമരങ്ങളിലും മുൻനിര പോരാളിയായ വൈഷ്ണയെ യുവതലമുറയ്ക്ക് മാത്രമല്ല പൊതുബോധമുള്ള ജനങ്ങൾക്കും സുപരിചിതയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ തന്റെ വാർഡിൽ സജീവമായിരിക്കുകയാണ് വൈഷ്ണ. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളത് തന്റെ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമല്ലെന്നും മറിച്ച് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ തുടക്കമാണെന്നുമാണ് വൈഷ്ണ അഭിപ്രായപ്പെടുന്നത്. രാഷ്ട്രീയം തനിക്ക് സ്ഥാനമോ പ്രചാരമോ നേടാനുള്ള വേദിയല്ല, അത് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സേവന പ്രതിജ്ഞയാണ്. വാർഡിന്റെ ഓരോ വഴിയിലും ഓരോ വീടുകളിലും എത്തി അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് കേട്ടറിയുവാനും വികസനത്തിനായുള്ള യഥാർത്ഥ ശ്രമങ്ങൾ നടത്താനുമാണ് തന്റെ യാത്രയെന്നും ഈ ചെറുപ്പക്കാരി അടിവരയിട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വട്ടമെങ്കിലും വോട്ടർമാർ ചിന്തിക്കേണ്ടതുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ സമാധാനിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്കായി പ്രവർത്തിക്കാൻ വൈഷ്ണയെ പോലൊരു യുവ നേതാവിന് കഴിയുമെന്നതിൽ സംശയം വേണ്ട. നിലവിൽ മുട്ടട പോലൊരു വാർഡിന് വേണ്ടത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് വികസന പ്രവർത്തനങ്ങളാണ്. CPMന്റെ സ്ഥാനാർത്ഥികൾ മാറി മാറി പ്രതിനിധീകരിച്ചിട്ടും മുട്ടടയുടെ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങളില്ല. തിരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനങ്ങളുമായി എത്തുന്ന ഇടതിന്റെ സ്ഥാനാർത്ഥികളെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാണുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെന്നാണ് മുട്ടടയിലെ ജനങ്ങൾ തന്നെ പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി നാടിനെയും ജനങ്ങളെയും മുൻനിർത്തി സുതാര്യതയോടും ആത്മാർത്ഥതയും കൂടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിന്റെ സ്വന്തം വൈഷ്ണയ്ക്കുള്ളത്. എന്നാൽ ഈ യാത്ര വൈഷ്ണയ്ക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. ജനങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും കൂടെ ചേർന്നാൽ മാത്രമേ മുട്ടടയ്ക്കായുള്ള വൈഷ്ണയുടെ ശ്രമം അർത്ഥവർത്താകൂ. അതിനാൽ ഈ പുതിയ രാഷ്ട്രീയ യാത്രയിൽ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും തരണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും വൈഷ്ണ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വൈഷ്ണയെ പോലുള്ള യുവതലമുറ രാഷ്ട്രീയ പ്രവർത്തനത്തെ വളരെ ഗൗരവത്തോടെ കാണണം. കാരണം കൂടുതൽ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ അത് സഹായിക്കും. മാറിയ കാലഘട്ടത്തിൽ യുവാക്കളിലാണ് ഇനി ജനങ്ങളുടെ പ്രതീക്ഷ. യുവതലമുറയുടെ പുതുമയാർന്ന ചിന്തകളും നവീന ആശയങ്ങളും സംസ്ഥാനത്തിന്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. യുവതലമുറ ശക്തി പ്രാപിച്ചാലേ രാജ്യത്തിന്റെ ഭാവി ഭദ്രമാകൂ. മുതിർന്ന തലമുറ യുവജനങ്ങൾക്ക് വഴിമാറേണ്ടത് അനിവാര്യമാണ്. യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയാൽ മാത്രമേ മികവാർന്ന പദ്ധതികളും ആശയങ്ങളും അവർക്ക് നടപ്പിലാക്കാൻ കഴിയൂ. ഇത് മുന്നിൽ കൊണ്ട് തന്നെയാണ് വൈഷ്ണവെ പോലെ സജീവയായ ഒരു യുവ നേതാവിനെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഏതു രാജ്യത്തിന്റെയും ഭാവി ഭാഗതയെ നിർണയിക്കേണ്ടതും യുവതലമുറയാണ്. കാരണം നാളത്തെ രാജ്യം രൂപമെടുക്കേണ്ടത് അവരുടെ സ്വപ്നങ്ങളുടെ തിരക്കഥയിലാണ്. ലോകത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും സഫല മാതൃക നിലനിൽക്കുന്ന രാഷ്ട്രമാണ് നമ്മുടേത്. ഭരണകൂടത്തെ നിശ്ചയിക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ നാട് ഭരിക്കേണ്ടത് ആരെന്ന് നിശ്ചയിക്കുന്ന വോട്ട് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ലെന്ന് വന്നാലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പുതിയ തലമുറ മുഖം തിരിച്ചു തുടങ്ങിയാലോ? ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസവും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സജീവ പങ്കാളിത്തവുമുള്ള ഒരു യുവതലമുറയുടെ രാഷ്ട്രീയ ബോധം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് മുൻകൈ എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അതിനുള്ള തുടക്കമിട്ടിരിക്കുകയാണ് ഇത്തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കോൺഗ്രസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.